നമസ്കാരം. ഞാൻ ആറ്റൽ മുത്തുകുമാർ. എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും ഗുരു ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. 2024 വർഷം എല്ലാവർക്കും സമ്പൽ സമൃദ്ധി ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ 2024 വർഷം രാശിഫലം പറഞ്ഞായിരുന്നു. അത് ചില ആൾക്കാർക്ക് അത് വേണ്ട, നക്ഷത്രം കൂടെ ഉൾപ്പെടുത്തി പറയണം. അത് ഓരോ രാശിയുടെ നക്ഷത്രം. അപ്പോൾ ആദ്യം ഒരു പാർട്ട് 1 ചെയ്തായിരുന്നു, അശ്വതി മുതൽ ആയില്യം വരെ. പിന്നെ സെക്കൻഡ് പാർട്ട് മകം മുതൽ തൃക്കേട്ട വരെ. ഇനിയിപ്പോൾ മൂന്നാമത്തെ പാർട്ടാണ് മൂലനക്ഷത്രം മുതൽ രേവതി നക്ഷത്രം വരെ. അപ്പോൾ നക്ഷത്രം അടിസ്ഥാനപ്പെടുത്തിയാണ് പറയുന്നത് ഈ 2024 വർഷം നമുക്ക് എങ്ങനെയാണ്. അപ്പോൾ ആദ്യം നോക്കാൻ പോകുന്നത് മൂലനക്ഷത്രം. ധനുക്കൂറാണ്. ഇവർക്ക് ഈ 2024 വർഷം വളരെ ഗുണകരമായിട്ടുള്ള വർഷമാണ്. നിലവിൽ 7-2 ശനി കഴിഞ്ഞു, 3-ലാണ് ഇപ്പോൾ ശനിയുടെ സഞ്ചാരം. വക്രഗതി മാറി. വ്യാഴൻ 5-ലാണ്, രാഹു 4-ലാണ് സ്ഥിതി. ജനുവരി 18 മുതൽ ജൂലൈ 6 വരെ, അതായത് 2024 വർഷം ജനുവരി 18 മുതൽ ജൂലൈ 6 വരെ ശുക്രൻ്റെ സ്ഥിതി നമുക്ക് അനുകൂലമാണ്. 6-11 ഭാവാധിപനായ ശുക്രൻ 6 രാശിയിൽ സഞ്ചരിക്കുകയാണ്. അത് ഗുണകരമായിട്ടുള്ള സഞ്ചാരമാണ്. അപ്പോൾ ഈ മൂലനക്ഷത്രക്കാർക്ക് ഇപ്പം ഒരു ജാതകം എടുക്കുകയാണെങ്കിലും കേതു ദശയിലാണ് ജനനം. അവർക്കിപ്പം ഒരു 4 വയസ്സ് വരെ കേതു ദശയാണെങ്കിലും സൂര്യദശ കഴിഞ്ഞ് ശുക്രദശ കഴിഞ്ഞ് പിന്നെ സൂര്യദശ വരുമ്പോൾ 30 വയസ്സാണെങ്കിൽ ഇപ്പം നിലവിൽ ചന്ദ്രദശയായിരിക്കും. അത് പക്ഷബല ഉള്ള ചന്ദ്രനാണെങ്കിൽ അത് ഗ്രഹനിലയിലാണ് ഉദ്ദേശിക്കുന്നത്. ഇവരിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മേടത്തിലെ മൂലനക്ഷത്രമാണ്, അല്ലെങ്കിൽ ചിങ്ങത്തിലാണ്, അല്ലെങ്കിൽ മിഥുനത്തിലാണെന്നൊക്കെ പറയുമ്പോൾ പക്ഷബലമുള്ള സമയമാണ്. മേടത്തിൽ നോക്കുകയാണെങ്കിലും നമുക്ക് പക്ഷബലം പറയാം, ഇടവത്തിൽ പക്ഷബലം പറയാം, മിഥുനത്തിൽ പക്ഷബലം പറയാം, ചിങ്ങത്തിൽ പറയാം, കന്നിയിൽ പറയാം. അപ്പോൾ ഇതിൽ ഉദ്ദേശിക്കുന്നത് ചന്ദ്രൻ്റെ പക്ഷബലമാണ്. ഇപ്പം മേടത്തിലെ മൂലനക്ഷത്രമാണെങ്കിൽ ഗവൺമെൻറ് ജോലി സാധ്യത മൂലനക്ഷത്രക്കാർക്ക്. ഇപ്പോൾ ടെസ്റ്റിൽ നിൽക്കുന്നവർക്കൊക്കെ ജോലി കിട്ടാനുള്ള അവസരം കാണുന്നു. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ഈ കാലയളവ് പരീക്ഷാ വിജയം കൈവരിക്കാം. 5-ൽ വ്യാഴൻ്റെ സ്ഥിതി മെയ് 1 വരെ നമുക്ക് അനുകൂലമാണ്. എന്തുകൊണ്ടും നമുക്ക് ഈ 2024 വർഷം വളരെ അനുകൂലമാണ് കാണുന്നത്. ശനി ഈ വർഷം മുഴുവനും 3-ലാണ് തുടരുന്നത്. നമുക്ക് 2024 വർഷം ജാനുവരി 18 മുതൽ ജൂലൈ 6 വരെ ശുക്രൻ്റെ സഞ്ചാരം നമുക്ക് അനുകൂലമാണ്. അപ്പം കുഞ്ഞു ഗ്രഹങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പം വർഷത്തിനൊരിക്കൽ മാറുന്ന ഗ്രഹം, 1.5 വർഷത്തിനൊരിക്കൽ മാറുന്ന ഗ്രഹം, 2.5 വർഷം കൊണ്ട് മാറുന്ന ഗ്രഹം, ഇതൊക്കെ നമുക്ക് വലിയ ഗ്രഹങ്ങളെ നമ്മൾ കണക്കാക്കി. ഇപ്പോൾ ശനി പകർച്ച എന്ന് പറയും, രാഹുകേതു പകർച്ച എന്ന് പറയും, വ്യാഴ പകർച്ച എന്ന് പറയും. എന്നാൽ കുഞ്ഞു ഗ്രഹം എന്ന് പറഞ്ഞാൽ ഇപ്പം ശുക്രൻ, ബുധൻ, ഇവരൊക്കെ ഒരു രാശിയിൽ സഞ്ചരിക്കുന്നത് 20-22 ദിവസത്തെ കാലയളവാണ്. അപ്പോൾ 6 രാശിയിലാണ് ജാനുവരി 18 മുതൽ ജൂലൈ 6 വരെ സഞ്ചരിക്കുന്നത്. അത് വളരെ അനുകൂല ഭാവത്തിലാണ്. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് 2024 വർഷം വളരെ ശോഭനമായിരിക്കും. അതിൽ മൂലനക്ഷത്രക്കാർക്ക് 24-25 വയസ്സാണെങ്കിൽ ഗവൺമെൻറ് ജോലി സാധ്യത കാണുന്നു. ഇപ്പോൾ 30 വയസ്സ് കഴിഞ്ഞവർക്കാണെങ്കിലും പക്ഷബലമുള്ള ചന്ദ്രദശയാണെങ്കിൽ അത് നമുക്ക് വളരെ ഗുണഫലമാണ്. ഇപ്പോൾ ഗൾഫ് കൺട്രീസിലൊക്കെ പോയി ജോലി ചെയ്യാനോ, അത് വിദേശ യാത്ര ഈ കാലയളവ് നമുക്ക് നടക്കുന്നതാണ്. എന്തുകൊണ്ടും ഈ 2024 വർഷം മൂലനക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമാണ്, മോശവശമല്ല. എന്തുകൊണ്ടും നമുക്ക് നല്ല സർവ്വ ഐശ്വര്യം കിട്ടുന്ന സമയമാണ് 2024 വർഷം. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് പൂരാട നക്ഷത്രക്കാർ. ഇവർക്കിപ്പോൾ നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ ഒരു 10 വർഷം ശുക്രദശയുടെ ആണെങ്കിലും ജാതകത്തിലാണ് ഉദ്ദേശിക്കുന്നത്. നക്ഷത്രം പറയുമ്പോൾ നമ്മൾ ജാതകം കൂടെ ഉൾപ്പെടുത്തുകയാണ്. പക്ഷബലം നേരത്തെ പറഞ്ഞായിരുന്നു, അതേ ഇത് തന്നെ പൂരാടത്തിന്. ഇപ്പം മേടത്തിലെ പൂരാടമാണെങ്കിലും, മിഥുനത്തിലെ പൂരാടമാണെങ്കിലും, ചിങ്ങത്തിലെ പൂരാടമാണെങ്കിലും, കന്നിയിലെ പൂരാടം, തുലാത്തിലെ പൂരാടമാണെങ്കിലും പക്ഷബലം ചന്ദ്രനുണ്ട്. അപ്പോൾ ഇവർക്കും 10 വർഷം നമുക്ക് ശുക്രദശ ഇടയാണെങ്കിൽ ഗ്രഹനിലയിൽ ശുക്രദശ കഴിഞ്ഞ 6 വർഷം സൂര്യദശയായിരിക്കും, 10 വർഷം. അപ്പോൾ 26 വയസ്സിൽ ചന്ദ്രദശ ഊഹിക്കാം. അല്ലെങ്കിൽ ഇപ്പം 20 വർഷം തന്നെ ശുക്രദശ ഇടയാണെങ്കിലും 26ാമത്തെ വയസ്സിന് ശേഷം ചന്ദ്രദശ തുടങ്ങും. അങ്ങനെയുള്ളവർക്കും ഈ ചന്ദ്രദശ കാലമാണെങ്കിൽ നമുക്ക് ഈ 2024 വർഷം
ഗോചരം നോക്കുമ്പോൾ തന്നെ ജാതകം പരിശോധിക്കുമ്പോൾ നമുക്ക് അനുകൂലമാണെങ്കിൽ ഇതുപോലെ തന്നെ പറയുന്നത്, അതായത് ഗവൺമെൻറ് ജോലി സാധ്യത, വിദേശ യാത്ര, വിദേശത്ത് ജോലി കിട്ടാനുള്ള അവസരം, പിന്നെ IT ഫീൽഡിൽ പുരാട നക്ഷത്രക്കാരിൽ കൂടുതൽ IT ഫീൽഡിൽ പ്രവർത്തിക്കുന്നവരാണ്. IT ഫീൽഡിലൊക്കെ പെട്ടെന്നുള്ള സ്ഥാനക്കയറ്റം, അല്ലെങ്കിൽ നമുക്ക് ഒരു പുതിയ ജോലി സാധ്യത, പഠിച്ചു നിൽക്കുന്നവരാണെങ്കിൽ പുതിയ ജോലി സാധ്യത, ശമ്പളം ഇൻക്രിമെൻ്റ് പോലെയൊക്കെ കിട്ടാനുള്ള അവസരം കാണുന്നു. അപ്പം ഈ 2024 വർഷം പൂരാട നക്ഷത്രക്കാർക്കും വളരെ ഉന്നതിയിലെത്താനുള്ള സമയമാണ് കാണുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ജാനുവരി 18 മുതൽ ജൂലൈ 6 വരെ ശുക്രൻ്റെ സഞ്ചാരവും, അതായത് നക്ഷത്ര അധിപനായ ശുക്രൻ്റെ സഞ്ചാരം വളരെ അനുകൂല ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് 6 രാശിയിലോട്ട്. അപ്പോൾ 22 ദിവസം 18 ദിവസമാണ് മാറുന്നത് ഓരോ രാശിയിൽ നിന്ന്. അപ്പോൾ നമുക്ക് ഈ ഒരു സമയം നോക്കുമ്പോൾ ഒരു 6 മാസ കാലയളവ് നമുക്ക് അനുകൂലമാണ്. എന്തുകൊണ്ടും 2024 വർഷം വളരെ നല്ലതാണ് കാണുന്നത് നമുക്ക്. അതായത് ഐശ്വര്യത്തിൻ്റെ വർഷമാണ് ഈ വർഷം. ഇനി അടുത്ത് ഉത്രാടം കാല്. സൂര്യൻ്റെ നക്ഷത്രമായ ഉത്രാടം കാലിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം മിഥുനത്തിലെ ഉത്രാടമാണെങ്കിലും ചിങ്ങത്തിലെ ഉത്രാടമാണെങ്കിലും കന്നിയിലെ ഉത്രാടമാണെങ്കിലും പക്ഷഫലമുള്ള സമയമാണ്. കർക്കിടകത്തിലെ ഉത്രാടമാണെങ്കിലും. അപ്പോൾ എന്തുകൊണ്ടും ഈ 2024 വർഷം ഉത്രാട നക്ഷത്രക്കാർക്കും വളരെ ഗുണഫലമാണ് കാണുന്നത്. നമുക്ക് മോശവശമല്ല. ഗവൺമെൻറ് ജോലി സാധ്യത, അതായത് നമ്മൾ പറയും ഗവൺമെൻറ് കാരകനായ സൂര്യ നക്ഷത്രമാണ്. അപ്പം ഈ നടക്കുന്ന 2024 വർഷവും നമുക്ക് ഗവൺമെൻറ് ജോലി സാധ്യത കാണുന്നു. അപ്പോൾ പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ജോലി സാധ്യത, ഇപ്പം ഗൾഫിലോ UK യിലോ USA പോലെ പോകാനുള്ള അവസരം കാണുന്നു. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും നമുക്ക് മെഡിക്കൽ സംബന്ധമായിട്ടുള്ള പഠനമൊക്കെ വളരെ ഉന്നത വിജയം കൈവരിക്കാൻ സാധിക്കും. പഠിച്ചു നിൽക്കുന്നവരാണെങ്കിലും ഗവൺമെൻറ് ജോലി സാധ്യത കാണുന്നു. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് മകരത്തിലെ വരുന്ന 3 നക്ഷത്രങ്ങൾ. അപ്പോൾ മകരത്തിൽ വരുന്നത് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടം, അര. ഇവർക്ക് ശനി 2-ലാണ്. അപ്പോൾ കണ്ടശനി പൂർത്തിയായിട്ടില്ല. കണ്ടശനി പൂർത്തി ആയിട്ടില്ല. വ്യാഴപ്പം നിലവിൽ 4-ലാണ് സഞ്ചാരം. രാഹു 3-ലാണ്. അപ്പോൾ ശനിയെപ്പോലെ രാഹു. അപ്പോൾ ഇവർക്കും ഈ 2024 വർഷം 2-ൽ ശനിയാണെങ്കിലും പതിയെ ഉള്ള ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് സാധിച്ചെടുക്കാനില്ല. പതിയെ. അപ്പം ഉടനെ സംഭവിക്കില്ല. ഒരു 1-2 മാസം കഴിയുമ്പോൾ കുറച്ചായിട്ട് നമുക്ക് മാറ്റങ്ങൾ സംഭവിക്കും. മെയ് 1-ന് ശേഷം വ്യാഴൻ്റെ സഞ്ചാരം 5-ലാണ്. വിവാഹാദി കാര്യങ്ങളിലൊക്കെ വളരെ ഗുണഫലമാണ് കാണുന്നത്. അതും ജോലി സാധ്യത, പഠനം പൂർത്തീകരിക്കൽ, ഉന്നത വിജയം കൈവരിക്കൽ 5-ൽ വ്യാഴം വന്നു കഴിഞ്ഞാൽ ഈ ഗുണഫലം എല്ലാം നമുക്ക് സിദ്ധിക്കും. പിന്നെ പുത്രാദികളെ കൊണ്ടുള്ള സന്തോഷകരമായുള്ള സംഭവങ്ങൾ, വീട്, വാഹനയോഗം. ഇതിൽ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ജാനുവരി 18 മുതൽ ജൂലൈ 31 വരെ. അപ്പോൾ നമ്മൾ കുഞ്ഞു ഗ്രഹങ്ങളെ ശ്രദ്ധിക്കണം. വർഷത്തിനൊരിക്കൽ മാറുന്ന ഗ്രഹം, 2.5 വർഷത്തിനൊരിക്കൽ മാറുന്ന ഗ്രഹം, 1.5 വർഷത്തിനൊരിക്കൽ മാറുന്ന ഗ്രഹമൊക്കെ നമ്മൾ അത് പ്രത്യേകിച്ച് നമ്മൾ ചെയ്യും. വ്യാഴപ്പകർച്ച എന്ന് പറയും, ശനി പകർച്ച എന്ന് പറയും, രാഹുകേതു പകർച്ച എന്ന് പറയും. അപ്പോൾ ഈ കുഞ്ഞു ഗ്രഹം എന്ന് ഉദ്ദേശിക്കുന്നത് ശുക്രനും ബുധനൊക്കെ കുഞ്ഞു ഗ്രഹങ്ങളാണ്. അത് ശുക്രൻ്റെ സഞ്ചാരം നമുക്ക് ഈ കാലയളവ് വളരെ അനുകൂലമാണ്. അതായത് 2024 ജാനുവരി 18 മുതൽ ജൂലൈ 31 വരെ 6 രാശിയിലോട്ട് സഞ്ചരിക്കുകയാണ്. അത് നമുക്ക് പ്രത്യേകിച്ച് മകരക്കൂറുകാരന് 5-ാം ഭാവാധിപനായ ശുക്രൻ്റെ സഞ്ചാരം രാശിയിലും 12-ലും രാശിയിലൊക്കെ വരുന്നത് വളരെ പ്രത്യേകതയാണ്. അപ്പോൾ 6 രാശി തുടരെ. അപ്പോൾ എന്തുകൊണ്ടും ഈ ഉത്രാട നക്ഷത്രം മുക്കാലിന് ഈ വർഷം മുഴുവനും ഗുണഫലമാണ് കാണുന്നത്, മോശവശമല്ല. പിന്നെ മെയ് 1-ന് ശേഷം വ്യാഴൻ്റെ സഞ്ചാരം 5-ലാകിയാൽ വിവാഹാദി കാര്യങ്ങളിലൊക്കെ കുട്ടികൾക്ക് ഇപ്പം ഈ പ്രായത്തിൽ വിവാഹപ്രായത്തിലുണ്ടെങ്കിൽ ഈ നക്ഷത്രം, അതിപ്പോൾ തിരുവോണമാണെങ്കിലും ഇവർക്ക് വിവാഹയോഗം കാണുന്നു. ഒരു ജോലിയിൽ നിൽക്കുന്നവരാണെങ്കിലും അതൊരു പ്രവൃത്തിയിൽ നിൽക്കുന്നവരാണെങ്കിലും സ്ഥാനക്കയറ്റം, ഗവൺമെൻറ് ജോലി സാധ്യതയും കാണുന്നുണ്ട്. അതായത് മെയ് 1-ന് ശേഷം ടെസ്റ്റൊക്കെ എഴുതി നിൽക്കുന്നവർ, ഇവർക്കൊക്കെ മെയ് 1-ന് ശേഷം ഗവൺമെൻറ് ജോലി സാധ്യത കാണുന്നു. പിന്നെ പുത്രപുത്രാദികളെ കൊണ്ടുള്ള മനസ്സന്തോഷം, ഇപ്പം പ്രായമായവരാണെങ്കിൽ അവരെ മുന്നിട്ട് നിന്ന് ഒരു വിവാഹം നടത്താനോ കുടുംബത്തിൽ ശുഭകാര്യങ്ങൾ നടത്താനുള്ള യോഗം കാണുന്നു. പ്രത്യേകിച്ച് തിരുവോണ നക്ഷത്രക്കാർക്ക്. അവിട്ടാരയ്ക്കും നമുക്ക് ഇത് പറഞ്ഞതുപോലെ തന്നെ. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് അവിട്ട നക്ഷത്രക്കാർ, അതായത് 2024 മാർച്ച് 15 മുതൽ
ഏപ്രിൽ 23 വരെ 2 ഗ്രഹ സംയോഗം, അതായത് 2 ഗ്രഹ സംയോഗം കോമ്പിനേഷൻ വരുന്നത് ശനിയും കുജനുമാണ്. അപ്പം മകരക്കൂറുകാർക്ക് അവിട്ട നക്ഷത്രക്കാർക്ക് 2-ലാണ് നക്ഷത്രാധിപനായ ചൊവ്വയും ശനിയുടെയും സഞ്ചാരം. ഈ കാലയളവ് വളരെ അവിട്ട നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിക്കുക. സാമ്പത്തിക ഇടപാട്, ഏതെങ്കിലും വാഗ്ദാനങ്ങളിൽ പെടുകയോ ഇല്ലീഗലായിട്ട് എന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ മോശമായിട്ടുള്ള സംഭവങ്ങളുണ്ടാവും. വളരെ ശ്രദ്ധിക്കുക. ധനപരമായിട്ടൊക്കെ ഈ കാലയളവ്, അതായത് 39 ദിവസമാണ്, മാർച്ച് 15 മുതൽ ഏപ്രിൽ 23 വരെ. പിന്നെ 2024 വർഷം നമുക്ക് മെയ് 1-ന് ശേഷമൊക്കെ വളരെ അനുകൂലമാണ് കാണുന്നത്, മോശവശമല്ല. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് കുംഭക്കൂറുകാർക്ക് എങ്ങനെ. അവിട്ടാര, ചതയം, പുരുട്ടാതി, മുക്കാല്. ഇവർക്ക് ജന്മശനി തുടരുകയാണ്. അതിലും പ്രത്യേകിച്ച് നക്ഷത്ര അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അവിട്ടാര വളരെ ശ്രദ്ധിക്കുക. അതായത് ജാനുവരി 18 മുതൽ ജൂലൈ 31 വരെ ശുക്രൻ്റെ സഞ്ചാരം 6 രാശിയിൽ സഞ്ചരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വളരെ ഗുണപരമായിട്ടുള്ള സംഭവങ്ങൾ നടക്കുമെങ്കിലും മാർച്ച് 15 മുതൽ ഏപ്രിൽ 23 വരെ കുജൻ്റെ സഞ്ചാരം ശനിയുടെ കൂടെ ആകയാൽ അത് കോമ്പിനേഷൻ എന്ന് പറയും. അപ്പോൾ ഗ്രഹയുദ്ധം എന്ന് പറയും ഞങ്ങളവിടെ. അവിടുത്തെ നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിക്കുക. ആരോഗ്യം മാക്സിമം രാത്രി യാത്ര ഒഴിവാക്കുക. പഠന വിഷയത്തിലാണെങ്കിൽ ഈ കാലയളവ് ഭയങ്കര ടെൻഷൻ പിടിച്ചതായിരിക്കും. പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ജോലിയിൽ നിൽക്കുന്നവരാണെങ്കിലും അതും ഗവൺമെൻറ് തലത്തിലൊക്കെ നിൽക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം. അതായത് ജോലി ഭാരം കൂടും. എന്തെങ്കിലും കയ്യബദ്ധം പറ്റാതെ ശ്രദ്ധിച്ചോളണം. അത് അറസാംഗ ഇതിൽ നമുക്ക് എന്തെങ്കിലും ഗവൺമെൻറ് തലത്തിൽ എന്തെങ്കിലും നമുക്ക് പ്രശ്നം വരാനുള്ള സമയം കാണുന്നു. നിയമ നടപടി പോലെ വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ പൊതുഫലം പറയുമ്പോൾ അവിട്ടം അര കുംഭക്കൂറ് ഈ കാലയളവ്, അതായത് 2024 മാർച്ച് 15 മുതൽ ഏപ്രിൽ 23 വരെ വളരെ ശ്രദ്ധിക്കുക. പിന്നെ മെയ് 1-ന് ശേഷം വ്യാഴൻ്റെ സഞ്ചാരം 4-ലാണ്. അതിന് ശേഷമൊക്കെ നമുക്ക് തൊഴിൽപരമായിട്ടൊക്കെ നല്ല ഒരു മുന്നേറ്റം വരാനുള്ള അവസരം കാണുന്നു. പ്രായമായവരുണ്ടെങ്കിലൊക്കെ ഈ കാലയളവ് വളരെ ശ്രദ്ധിക്കുക. ആരോഗ്യം, പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അതായത് വിദ്യാർത്ഥികളാണെങ്കിലും പരീക്ഷാ വിജയം കൈവരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പരിഹാരാർത്ഥം സുബ്രഹ്മണ്യ സ്വാമിക്ക് പാലഭിഷേകം നടത്തുന്നതും ശ്രീധർമ്മശാസ്താവിന് നീരാഞ്ജന വഴിപാട് നടത്തുന്നതൊക്കെ ദോഷകാഠിന്യം കുറയ്ക്കും. ഇനി ചതയം, അതായത് ചതയ നക്ഷത്രത്തിന് നക്ഷത്രാധിപനായ രാഹു 2-ലാണ് സഞ്ചാരം. ഫുഡിലൊക്കെ വളരെ ശ്രദ്ധിക്കുക ചതയ നക്ഷത്രക്കാർ. പിന്നെ ജന്മശനിയും കൂടെയാണ്. മെയ് 1-ന് ശേഷം വ്യാഴം 4-ൽ വരുന്നത് വരെ നമുക്ക് ആരോഗ്യം ശ്രദ്ധിക്കുക. രാത്രി യാത്ര ഒഴിവാക്കുക. പിന്നെ ജാനുവരി 18 മുതൽ ജൂലൈ 31 വരെ ശുക്രഗ്രഹം നമുക്ക് അനുകൂല ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കുള്ള മനസ്സന്തോഷവും കുടുംബക്കാരെ കൊണ്ടുള്ള സന്തോഷകരമായിട്ടുള്ള സംഭവങ്ങൾ നടക്കുകയോ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ, അതായത് ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമെങ്കിലും നമുക്ക് വളരെ ശ്രദ്ധിക്കേണ്ടത് മാർച്ച് 15 മുതൽ ഏപ്രിൽ 23 വരെ, അതായത് 2024 മാർച്ച് 15 മുതൽ ഏപ്രിൽ 23 വരെ രാശിയിലാണ് കുജൻ്റെ സഞ്ചാരം. അപ്പോൾ 2 ഗ്രഹങ്ങൾ ശത്രുഗ്രഹങ്ങളാണ് ശനിയും കുജനും. അപ്പോൾ ഗ്രഹയുദ്ധം എന്ന് പറയും. ഈ കാലയളവ് ഇല്ലീഗലായിട്ടൊന്നും പ്രവർത്തിക്കല്ലേ, ഏതെങ്കിലും നിയമ നടപടി വരാനോ എന്തെങ്കിലും നമുക്കിപ്പോൾ യാതൊരു കാര്യത്തിൽ തടസ്സങ്ങൾ, ആരോഗ്യം ശ്രദ്ധിക്കുക, രാത്രി യാത്ര ഒഴിവാക്കുക, പ്രത്യേകിച്ച് വീഴ്ച വല്ലതും പറ്റാതിരിക്കാനുള്ള ശ്രദ്ധ വേണം. പ്രായമായവരുണ്ടെങ്കിലും ഈ നക്ഷത്രത്തിൽ വളരെ ശ്രദ്ധ വേണം. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് മെയ് 1 വരെ വളരെ ശ്രദ്ധ വേണം. അതിനുശേഷം നമുക്ക് ആ വർഷം മുഴുവനും ഗുണഫലമായിരിക്കും. അപ്പോൾ ഉരുട്ടാതി മുക്കാലിനും ഇതേ അവസ്ഥയാണ് പറയുന്നത്. ഇപ്പം നിലവിൽ ഏതെങ്കിലും പഠന വിഷയമാണെങ്കിലും മറ്റുള്ള തടസ്സമാണ് കാണുന്നത്. സാമ്പത്തികപരമായിട്ടൊക്കെ വളരെ ശ്രദ്ധ വേണം. വല്ല വാഗ്ദാനങ്ങളിൽ പെട്ടുപോവുകയോ, അതായത് 2-ൽ രാഹു നിൽക്കുന്നത് ധനപരമായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. പിന്നെ ഫുഡിൽ വളരെ ശ്രദ്ധ വേണം. അത് ഫുഡ് ഇൻഫെക്ഷൻ വരാതെ ശ്രദ്ധിക്കണം. അപ്പോൾ നക്ഷത്രാധിപനായ വ്യാഴം മെയ് 1-ന് ശേഷം 4-ാം ഭാവം വരുന്നത് ഗുണകരമാണ്. മെയ് വരെ ആരോഗ്യം ശ്രദ്ധിക്കുക. പിന്നെ
മാർച്ച് 15 മുതൽ ഏപ്രിൽ 23 വരെ രാശിയിലാണ് കുജൻ്റെ സഞ്ചാരം. അപ്പം ഗ്രഹയുദ്ധം എന്ന് പറയും. ശനി അവിടെ സഞ്ചരിക്കുകയാണ്. ഈ 2 ഗ്രഹങ്ങൾ ശത്രുഗ്രഹങ്ങളാകിയാൽ എന്തിനും വളരെ സമാധാനം വേണം. രാത്രി യാത്ര ഒഴിവാക്കുക. അകാല ഭോജനം, അതായത് അകാല ഭോജനം എന്ന് ഉദ്ദേശിക്കുന്നത് സമയം ക്രമം തെറ്റിയുള്ള ആഹാരം കഴിക്കുന്നതൊക്കെ നമുക്ക് വളരെ ആരോഗ്യം പ്രശ്നം ഉണ്ടാക്കും. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ഈ കാലയളവൊക്കെ വളരെ അലസതയാണ് കാണുന്നത്. വളരെ ശ്രദ്ധ വേണം. പ്രായമായവരുണ്ടെങ്കിലും രാത്രി യാത്ര ഒഴിവാക്കുക. ഇനി നോക്കാൻ പോകുന്നത് മീനത്തിലെ 3 നക്ഷത്രങ്ങളാണ്. പൂരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി. ഇവർക്ക് നേർഗതിയായിട്ട് ശനി 12-ലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിൽ പ്രത്യേകിച്ച് പൂരുട്ടാതി കാലിന് ജലരാശിയാകയാൽ 12-ലെ ശനിയുടെ സ്ഥിതി എങ്ങനെ പറയാം, ജലജന്യ രോഗം പോലെ എന്തെങ്കിലും വരാനുള്ള അവസരം കാണുന്നു. രാശിയിൽ രാഹുവിൻ്റെ സ്ഥിതി അത്ര നന്നല്ല. വ്യാഴം മെയ് വരെ, അത് മെയ് 1 വരെ 2-ലാണ് സഞ്ചാരം. അത് കഴിഞ്ഞ് 3-ൽ മറവാണ്. മെയ്യിന് ശേഷം ആരോഗ്യം ശ്രദ്ധിക്കുക. ഇപ്പോൾ വലിയ കുഴപ്പമില്ല. നമുക്ക് മെയ് 1-ാം തീയതി വരെ വലിയ അനുകൂലമായിട്ടുള്ള സംഭവങ്ങളൊക്കെ നടക്കും. ഗോൾഡ് എന്തെങ്കിലും ഉണ്ടെങ്കിലും മെയ് 1-ന് ശേഷം പണയം പോകാനുള്ള അവസരം കാണുന്നു. അതായത് എന്തെങ്കിലും ധനനിമിത്തം നമുക്കൊരിപ്പോൾ വീടോ വാഹനമോ വയ്ക്കാനോ അല്ലെങ്കിൽ വാങ്ങിക്കാനോ അതിനുള്ള ധനം സമാഹരണത്തിന് വേണ്ടി നമ്മൾ ഗോൾഡ് പണയം വയ്ക്കാനോ ഗോൾഡ് വിൽക്കാനുള്ള അവസരം കാണുന്നു. രാശിയിലെ രാഹുവിൻ്റെ സ്ഥിതിയും സ്കിൻ ഡിസീസ് പോലെ എന്തെങ്കിലും വരാനുള്ള അവസരം കാണുന്നു. 12-ലെ ശനിയുടെ സ്ഥിതി നമുക്ക് അത്ര നന്നല്ല. എന്തുകൊണ്ടും ഈ വർഷം മെയ്യിന് ശേഷം വളരെ ശ്രദ്ധിക്കുക. മെയ് മാസത്തിന് ശേഷം ആരോഗ്യം ശ്രദ്ധിക്കുക. മെയ് വരെ നമുക്ക് ചില അനുകൂല ഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിലും സംഭവങ്ങൾ നടക്കുമെങ്കിലും മെയ് 1-ന് ശേഷം വളരെ ശ്രദ്ധ വേണം. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും മെയ് ഏതെങ്കിലും പരീക്ഷ വരികയാണെങ്കിൽ നമുക്ക് പരീക്ഷ വിജയം കൈവരിക്കാം. വിവാഹാദി കാര്യമാണെങ്കിലും മെയ് 1-ന് മുന്നേ തന്നെ വിവാഹം നടത്തിക്കൊള്ളണം. അതിനുശേഷം വന്നു കഴിഞ്ഞാൽ പിന്നെ 1 വർഷം തടസ്സമാണ് കാണുന്നത്. അത് ആൺപെൺ വ്യത്യാസമില്ലാതെ വിവാഹ കാര്യങ്ങളിലൊക്കെ, അതായത് വിവാഹം നടത്താനുള്ള പ്രായത്തിൽ കുട്ടികളുണ്ടെങ്കിൽ ഈ മെയ് 1-ന് ശേഷം നടത്തിക്കൊള്ളുക. അല്ലെങ്കിൽ നമുക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 1 വർഷം നീളും. വിവാഹ തടസ്സമാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും റെഡിയായി വരികയാണെങ്കിൽ ആ സമയം വളരെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കും. ഇപ്പം ബിസിനസ് മേഖലയിലുള്ളവരാണെങ്കിലും നമുക്ക് മെയ് 1 വരെ അനുകൂലമാണ്. അതിനുശേഷം വളരെ ശ്രദ്ധ പുലർത്തുക. പരിഹാരാർത്ഥം ശ്രീ ദക്ഷിണാമൂർത്തിക്ക് നെയ്ദീപം കത്തിക്കുന്നത്, കടലമാല സമർപ്പിക്കുന്നതൊക്കെ ദോഷകാഠിന്യം കുറയ്ക്കും. അടുത്ത ഉത്രട്ടാതി നക്ഷത്രം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് നക്ഷത്രാധിപൻ ശനിയാണ്. ശനി ഇപ്പോൾ 12-ലാണ്. ജോലി ഭാരം കൂടുന്ന സമയം. ഇപ്പോൾ ചിലരൊക്കെ നൈറ്റ് ഡ്യൂട്ടി ചെയ്യും ഈ കാലയളവ്. അതായത് ഈ വർഷം മുഴുവനും നമുക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ് വരുന്നത്. ഉറക്കമിളപ്പ്. അപ്പോൾ ജലരാശിയാകയാൽ നമുക്ക് ദേഹത്തിനൊക്കെ വളരെ പ്രശ്നങ്ങൾ, അതായത് എങ്ങനെ പറയാം, സൈനസ് പോലെ എന്തെങ്കിലും വരാനോ ആരോഗ്യത്തിന് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, വർഷം മുഴുവനും 12-ലാണ് ശനിയുടെ സ്ഥിതി. ചിലവർക്ക് ഗൾഫ് മേഖലയിലേക്ക് പോകാനുള്ള അവസരം കാണും. ചിലവർക്ക് UK പോലെയൊക്കെ പോകാനുള്ള അവസരം കാണും. പോകുന്നതിൽ തെറ്റൊന്നുമല്ല. ദൂരയാത്ര പോയി ഒരു വർക്കിലേക്ക് നിൽക്കാനുള്ള സമയമാണിപ്പം. നമുക്ക് അവിടെ പോയാലും 1 വർഷ കാലയളവ് ജോലിഭാരം കൂടും. മെയ് 1 വരെ വ്യാഴൻ്റെ സ്ഥിതി 2-ൽ അനുകൂലമാണെങ്കിലും മെയ് 1-ന് ശേഷം നമുക്ക് ഇത്തിരി കടക്കും എന്ന് പറയുമ്പോൾ ജോലി ഭാരം കൂടും. ചെയ്യുന്ന പ്രവൃത്തിയിലും ടെൻഷൻ ഉണ്ടാവും. ഇപ്പോൾ ചെയ്യേണ്ട പരിഹാരം എന്ന് പറയുന്നത് ശ്രീ ധർമ്മശാസ്താവിന് നീരാഞ്ജന വഴിപാട് എല്ലാ ശനിയാഴ്ചയും നടത്തുക. ശനീശ്വര ഹോമം നടത്തുക. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഈ സമയമൊക്കെ വളരെ അലസത എന്ന് പറയുമ്പോൾ ഒരു മടുപ്പ്, ഒന്നിലും ഒരു ശ്രദ്ധ ചെലുത്താൻ പറ്റില്ല. അപ്പം വ്യാഴം 2-ൽ മെയ് 1 വരെ അനുകൂലമാണെങ്കിലും മെയ്യിന് ശേഷം ഈ അലസത കൂടും. അതിലേക്കുള്ള പരിഹാരം ദക്ഷിണാമൂർത്തിക്ക് കടലമാല സമർപ്പിക്കുന്നതും നെയ്ദീപം കത്തിക്കുന്നതൊക്കെ ദോഷകഠിനം കുറയ്ക്കും ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക്. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും നമുക്ക് കഷ്ടപ്പെടുന്നതിൻ്റെ അത്ര ലാഭം കിട്ടില്ല. അതായത് എന്ത് അധ്വാനിച്ചാലും ലാഭവിഹിതം കുറയും ഈ കാലയളവ്. അതായത് 2024 വർഷം മുഴുവനും വളരെ ശ്രദ്ധ വേണം. അടുത്ത രേവതി നക്ഷത്രക്കാർക്ക് ഇപ്പം കൂടുതൽ അക്കൗണ്ടിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് രേവതി നക്ഷത്രക്കാർ. ഇവർക്കും ഈ കാലയളവ് ജോലിഭാരം കൂടും. ഇപ്പോൾ ബാങ്ക് ടെസ്റ്റ് എഴുതി നിൽക്കുന്നവർക്കാണെങ്കിലും നമുക്ക് മെയ് 1-ന് ശേഷം ശരിയായി കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് ഭാഗ്യമാണ്. മെയ് 1 കഴിഞ്ഞാൽ പിന്നെ അതിനൊക്കെ തടസ്സമാണ് കാണുന്നത്. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അതും മെഡിക്കൽ എൻട്രൻസ് പോലെ പഠിക്കുന്നവർ മെയ് 1-ന് ശേഷം പരീക്ഷ വിജയം കൈവരിക്കാൻ സാധിക്കും.
അതിനുശേഷം തടസ്സമാണ് കാണുന്നത്. പിന്നെ 12-ലെ ശനിയുടെ സ്ഥിതി, രാശിയിലെ രാഹുവിൻ്റെ സ്ഥിതിയൊക്കെ നമുക്ക് ആരോഗ്യം ശ്രദ്ധിക്കുക. പുറത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിലും കൂടുതൽ നഴ്സിംഗ് മേഖലയിലൊക്കെ നിൽക്കുന്നവരുണ്ടെങ്കിൽ ഇവർക്കൊക്കെ നൈറ്റ് ഡ്യൂട്ടി വരാനുള്ള അവസരമാണ് കാണുന്നത്. അതായത് ഉറക്കമിളപ്പെന്ന് പറയും. അതിപ്പോൾ ഏത് ഫീൽഡിലാണെങ്കിലും, ഇപ്പോൾ IT ഫീൽഡിലാണെങ്കിലും നഴ്സിംഗ് മേഖലയിലാണെങ്കിലും നൈറ്റ് ഡ്യൂട്ടി വരാനുള്ള അവസരം കാണുന്നു. എന്തുകൊണ്ടും ഈ 2024 വർഷം ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും ഫലം. ശുഭമസ്തു.